ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇനി തൊട്ട് എനിക്ക് സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പഴയ പോലെ എടുക്കാം. സ്റ്റഡി വ്ളോഗ്സ് എടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ എനിക്ക് സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, ത്രൂ ഔട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അതും കുഴപ്പമില്ല. അല്ലാണ്ട് പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. മടിയും ചമ്മലും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ ഞങ്ങളുടെ സ്കൂളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്നിട്ടൊന്ന് വായിച്ചു നോക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ പകുതിത്തോളം എടുത്തിട്ടുള്ളൂ. എന്നാലും ഞാൻ വീട്ടിൽ വന്നിട്ട് ഫുൾ ചാപ്റ്റർ വായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ എൻ്റെ റീഡിങ് നടത്തിയപ്പോഴേക്കും മാഡം എന്നെ എഴുന്നേൽപ്പിച്ചിരുന്നിട്ട് മൊത്തം വായിപ്പിച്ചു എന്നെക്കൊണ്ട്. വേറെ പിള്ളേരെ കൊണ്ട് കുറച്ച് വായിപ്പിച്ചുള്ളൂ. എന്നെക്കൊണ്ടാണ് മിക്ക പോർഷനും വായിപ്പിച്ചത്. രണ്ടാമത്തെ ദിവസം എന്നെക്കൊണ്ട് തന്നെയാണ് വായിപ്പിച്ചത് ബാക്കി. അപ്പോൾ പിന്നെ അതൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ എന്നിട്ട് എൻ്റെ IP നോട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാഡം ടെക്സ്റ്റുള്ളത് തന്നെയാണ് ഞങ്ങൾ നോട്ടിൽ എഴുതിപ്പിച്ചത്. എന്നാലും ഇരുന്ന് എഴുതാനുണ്ടായിരുന്നു. സിലബസും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. എനിക്ക് ഇന്നാണ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊരു റഫിലാണ് എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഈ ഒരു ദിവസം. കുറച്ച് ഹെക്റ്റിക്കുമായിരുന്നു. കാരണം റഫിൽ ചെയ്തിട്ടുള്ള എല്ലായിടത്തും നോട്ടിൽ എഴുതണം, ബുക്ക് പൊതിയണം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇന്നലെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ബുക്കൊക്കെ പാക്ക് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഞാൻ ഈ ഒരു പഠിക്കാനായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി എല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ എടുത്തിരുന്നത്, 11th ഞാൻ എടുത്തിട്ടുള്ളത് കോമേഴ്സ് വിത്ത് IP ആണ്. കോമേഴ്സും പിന്നെ കോമേഴ്സിലുള്ള 3 സബ്ജക്റ്റ്, മെയിനായിട്ടുള്ള 3 സബ്ജക്റ്റ് ഉണ്ട്. മെയിനായിട്ടുള്ള 4 സബ്ജക്റ്റ് ഉണ്ട്. ഇംഗ്ലീഷ് കമ്പൽസറി, ഇംഗ്ലീഷും എക്കണോമിക്സും ബിസിനസ്സും അക്കൗണ്ടൻസിയും കമ്പൽസറി ആണ്. പിന്നെ 5ാമത്തെ വിഷയം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. IP ഉണ്ട്, അതായത് ഇൻഫോർമേറ്റിക്സ് പ്രാക്ടീസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ഉണ്ട്, മാത്സ് ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് IP ആണ്. എനിക്ക് ലാംഗ്വേജ് സബ്ജക്റ്റ് പഠിക്കാൻ ഒരു താല്പര്യമില്ല. അതായത് ഹിന്ദി ഞാൻ 9th 10th സാൻസ്ക്രിറ്റ് ഓപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് സാൻസ്ക്രിറ്റ് എടുക്കാനും താല്പര്യമില്ല, ഹിന്ദി എടുക്കാനും താല്പര്യമില്ല. പിന്നെയുള്ള മാത്സ് ആണ്. പിന്നെ മാത്സ് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്സ് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ IP എടുത്തു. IP പഠിച്ചിട്ട് വലിയ കുഴപ്പമില്ല, എന്നാൽ അത്ര മെച്ചമല്ല. എന്തായാലും മാത്സിനെക്കാട്ടും ഭേദമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ കമ്പ്യൂട്ടറൊക്കെ ഓണാക്കാനും ഓഫാക്കാനും മാത്രമേ അറിയാൻ പാടില്ലായിരുന്നുള്ളൂ. പക്ഷേ മാഡം കുഴപ്പമില്ലാണ്ട് പഠിച്ചതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത്യാവശ്യം ഒക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പഠിച്ചു വരുന്നുണ്ട്. കുഴപ്പമില്ല. ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം കുറേ ഇന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള ക്ലാസ്സുകളെ പോലൊന്നും അല്ല. സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ദിവസങ്ങളിൽ തന്നെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഒഴിച്ച് ബാക്കിയുള്ള സെക്കൻഡ് ഡേ തൊട്ട് തന്നെ എല്ലാ ടീച്ചർമാരും പഠിപ്പിക്കാൻ തുടങ്ങി. അക്കൗണ്ടൻസിയും ബിസിനസ്സും മാത്രമുള്ള അവരൊന്ന് സ്ലോ ചെയ്തത്. കാരണം പുതിയ അഡ്മിഷൻസ് ഒക്കെ വരുമെന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ 2 പേര് സ്ലോ ചെയ്തു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ എടുത്തു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഈ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഞങ്ങൾക്കില്ല. ടെക്സ്റ്റ് ബുക്കിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാഡം ഞങ്ങൾ സിലബസിൽ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രം മതി. അല്ലാണ്ട് ഇത് മൊത്തം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്ക് ഫുൾ റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആകെ 4 ചാപ്റ്റർ കണ്ടാണെന്ന് തോന്നുന്നുള്ളത്. 4 ചാപ്റ്റർ കണ്ടേ ഉള്ളൂ. അപ്പോൾ മാഡം പറഞ്ഞനുസരിച്ച് ഓരോന്നും വായിച്ചും ഞാൻ സ്വന്തമായിട്ട് തന്നെ എന്നെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ തലയിൽ കയറത്തുള്ളൂ. ഞാൻ വായിച്ചിട്ട് അത് മലയാളത്തിൽ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും, പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ചില വാക്കുകളൊന്നും മനസ്സിലാവാത്തതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. അതെൻ്റെ യൂട്യൂബിലെ വർക്ക് കൊണ്ട് തന്നെയാണ്. യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഞാനൊരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര 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 സന്തോഷമായി. എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടല്ല, ഒരു 3-4 പ്രാവശ്യമാണ് ഇങ്ങനൊരു കമൻറ്റ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ കമൻറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കമൻറ്റ്. അപ്പോൾ ഈ കമൻറ്റ് വായിച്ചപ്പോഴേക്കും ഒത്തിരി സന്തോഷം. എൻ്റെ അമ്മയെ കൊണ്ട് കാണിച്ചു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ല. ഓക്കെ, അത് എന്തായാലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയണം. ഇങ്ങനത്തെ കമൻറ്റ്സ് കാണുമ്പോഴാണ് എനിക്ക് പോലും കുറേ വീഡിയോ ഇടണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നത്. എനിക്ക് ഈ വീഡിയോ ഇടുന്നതിലും കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ എന്നെ ചമ്മൽ തോന്നുമായിരുന്നു. ഇതൊക്കെ നിർത്തിയാലോ, ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഗുണമുണ്ടോ, ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുന്നുണ്ടാവോ, ജസ്റ്റ് വെറുതെ ഞാൻ ചെയ്യുന്നതാണോ, വ്യൂസും വല്ലതും കിട്ടുന്നില്ല, ആ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കമൻസിലൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത്, എൻ്റെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമൻസിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് അഹല്യയുടെ പേരാണ്. ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ഈ കമൻറ്റ് ഇട്ട ആൾക്കും ഭയങ്കര താങ്ക്സ്. കമൻറ്റ് ഇട്ടല്ലോ, നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ കണ്ടെത്തണം, സാറ്റിസ്ഫൈഡ് ആവണം. കാരണം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ആലോചിച്ച് തന്നെ സമാധാനിക്കാം. നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് ഇരുന്നിട്ടല്ലല്ലോ, നല്ലപോലെ എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി.
അപ്പോൾ ആ ഒരു എന്താ 72 കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമം ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു 10ലെ മാർക്ക് ജസ്റ്റ് അഡ്മിഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ 11ലേക്ക് കയറിയ ശേഷം ആരും എന്നോട് ചോദിച്ചിട്ടില്ല 10ൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 10ൽ അതാണോ ഇതാണോ ഒന്നും ചോദിച്ചിട്ടില്ല. 11th നമുക്ക് കിട്ടി, 11th എന്താ എടുത്തതെന്നാണ് എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അല്ലാണ്ട് എൻ്റെ 10ലെ മാർക്കോ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് +1 എത്തിയപ്പോൾ മനസ്സിലായി. അതിന് മുമ്പ് വരെ എനിക്ക് ഇത്രയും പെർസെൻറ്റേജ് കിട്ടിയുള്ളൂ, ആൾക്കാരോടൊക്കെ ഞാൻ എന്ത് പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ വലിയ സീനൊന്നും ഇല്ല. 11th എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇത്ര നാളായി ഇപ്പം പഠിക്കുന്ന കാര്യങ്ങളിലാണ് ഞാൻ ഇപ്പം എൻ്റെ ഫോക്കസ് കൊടുത്തത്. നിങ്ങളും അത് തന്നെ ചെയ്യുക. നിങ്ങൾ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഏതാണെന്ന് വെച്ചാൽ എടുത്തേക്കുന്ന സ്ട്രീമിനോട് 100% നീതി പുലർത്തി അതിൽ നല്ലപോലെ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ ഞാൻ എടുത്തേക്കുന്നത് ബിസിനസ് ആണെന്ന് തോന്നുന്നു, അല്ലേ? ബിസിനസ് അല്ല, അക്കൗണ്ടൻസി ആണോ? അയ്യോ, ഞാൻ ഏതെടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. എക്കണോമിക്സ് ആണ് എടുത്തത്. എക്കണോമിക്സിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്കണോമിക്സ് കൊണ്ട് ഞാൻ തുടങ്ങി. എനിക്ക് എക്കണോമിക്സ് പഠിക്കാനായിട്ട് സ്കൂളിൽ പഠിപ്പിച്ച സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇരുന്ന് കാണുന്നത്. ഫസ്റ്റ് നോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട ടെക്സ്റ്റിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു എക്സാം വിന്നറുടെ ക്ലാസ്സാണെന്ന് തോന്നുന്നു കാണുന്നത്. അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മാർക്ക് ചെയ്തൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. എക്കണോമിക്സ് തന്നെ അല്ലേ? എക്കണോമിക്സ് ആണ്. ഓക്കെ, എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഇത് പല പല ദിവസത്തെ ക്ലിപ്പാണ്. ഞാൻ വീഡിയോ പ്രോപ്പറായിട്ട് എനിക്ക് വേറെയും വീഡിയോ ഇടാനുള്ളതുകൊണ്ട് തന്നെ ഇത് വീഡിയോസൊക്കെ എനിക്ക് ഞാൻ എപ്പോഴൊക്കെയാണോ പഠിക്കാനിരുന്ന ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ റെക്കോർഡ് ഓണാക്കി ഇട്ടിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും പല പല ദിവസത്തെ ക്ലിപ്പ് കിട്ടിയിട്ടുള്ളത്. ഇനി തൊട്ട് എനിക്ക് വീഡിയോ മര്യാദയ്ക്ക് എടുക്കണം, കാരണം എനിക്ക് എന്തെങ്കിലും വീഡിയോ ഇടാനായിട്ടൊന്നും ഒന്നുമില്ല. ലാസ്റ്റുള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത്ര നാൾ ഞാൻ ജസ്റ്റ് പഠിക്കൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വീഡിയോ എടുക്കാനോ വേറെ അല്ലാത്ത വീഡിയോ എടുക്കാനോ ഒന്നിനും പോയിട്ടില്ല. സ്റ്റഡി വ്ളോഗ്സ് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സാധനം മാത്രം എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് എക്കണോമിക്സിന് ഞങ്ങൾ സാറ് ഫസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഇത് ഇന്ന് രാവിലത്തെ ക്ലിപ്പാണ്. ഇന്ന് രാവിലത്തെ ഇതാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ടൈമറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് വെച്ചിട്ട് പഠിക്കാം, അത് നിങ്ങളെ കാണിക്കാം, അത് പോകുന്നത് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വെച്ചു. അത് വെച്ചിട്ട് കുറച്ച് നേരം പഠിച്ചതിന് ശേഷം ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം അതിനകത്തോട്ട് പോകുന്നുണ്ട്. അതിങ്ങനെ നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ വീണ്ടും എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഫുൾ റിവൈസ് ചെയ്തതിന് ശേഷം നോട്ട്ബുക്കിലേക്ക് കടന്നു. നോട്ട്ബുക്ക് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു, കാരണം ടെക്സ്റ്റിലുള്ളത് തന്നെയാണല്ലോ നോട്ട്ബുക്കിൽ ഏകദേശം ഉള്ളത്. പിന്നെ അല്ലാതെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോട്ട്ബുക്കിലുണ്ട്. അപ്പോൾ ഞാൻ എഴുതി നോക്കുകയാണ്, വായിച്ചിട്ട് അത് കിട്ടുന്നതൊക്കെ എഴുതി നോക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നു. അപ്പോൾ ഇത് എക്കണോമിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്കണോമിക്സും അക്കൗണ്ടൻസിയും ബിസിനസ്സും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സംഭവം എല്ലാം നമുക്ക് റിയൽ ലൈഫ് ആയിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പഠിക്കുന്ന ഇതൊക്കെ പഠിച്ചിട്ട് ഇനി ലൈഫിലൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് തോന്നേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് മാത്സ് പഠിക്കുമ്പോൾ മിക്കവാറും തോന്നുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എന്നുള്ളത്. പക്ഷേ എനിക്കിത് പഠിച്ചിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇതൊക്കെ എനിക്ക് ഇനി ഫ്യൂച്ചറിൽ ആവശ്യമുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര കുഴപ്പമില്ല സബ്ജക്റ്റാണ്. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിങ് തൊട്ടേ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. ഈ ഒരു ആവശ്യം എനിക്ക് 10 കാണിച്ചിരുന്നെങ്കിൽ എനിക്കിതിനെക്കാട്ടും മാർക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ വിട്ടേക്കാം. 10ൻ്റെ കാര്യങ്ങൾ നമുക്കിനി പറയണ്ട. എൻ്റെ വായിൽ ഇടയ്ക്കിടയ്ക്ക് ആ 10ൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇപ്പോൾ ഏത് സ്ട്രീമാണ് എടുത്തേക്കുന്നത്, ആ സ്ട്രീം എങ്ങനെയുണ്ട്, ക്ലാസ്സൊക്കെ തുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ഡൗൺ ചെയ്യാം. പിന്നെ ഇനി ഞാൻ എന്തൊക്കെ വീഡിയോ ആണ് ഇനി ചെയ്യാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.